ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം കലാമണ്ഡലം ഗിരിജാരാമദാസാണേ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നത് എൻ്റെ നൃത്തത്തിനെക്കുറിച്ചോ പാട്ടിനെക്കുറിച്ചോ പാഷനെക്കുറിച്ചോ ഒന്നും പറയാനല്ല. എന്തിനാണെന്നല്ലേ, എനിക്കിഷ്ടപ്പെട്ട, അതായത് ഞാൻ എന്നും ആരാധിക്കുന്ന, എപ്പോഴും ആരാധിക്കുന്ന ഒരു പ്രിയ നടിയുണ്ട്. ആ നടിയുടെ പേര് ശോഭന മാം എന്നാണ്. ആ ശോഭന മാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. വേറൊന്നുമല്ല, അവരുടെ അഭിനയ മികവും ഡാൻസിനുള്ള നൈപുണ്യം ഒക്കെ കൂടി ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി, അതായത് ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ വേണ്ടി. ഇത് പറയാൻ ഇന്നൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ ശോഭനയും മിസ്റ്റർ മോഹൻലാലും കൂടി തകർത്തഭിനയിച്ച സൂപ്പർ ഹിറ്റ് പടമായ പക്ഷേ എന്നൊരു പടം കണ്ടു. ആ പടം കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു തുള്ളി കണ്ണീര് മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യനും ഇറ്റ് വീഴാതിരിക്കില്ല. അത്ര നന്നായിട്ടാണ് അവരതിൽ അഭിനയിച്ചത്. അവർ മാത്രമല്ല, മോഹൻലാലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ കഥാപാത്രം സ്ത്രീകളായ, പ്രത്യേകിച്ച് സ്ത്രീകളായ നമ്മളുടെയൊക്കെ മനസ്സിനത് വല്ലാതെ ഹർട്ട് ചെയ്യും. കാരണം ഇതൊക്കെ എങ്ങനെ അനുഭവിക്കും, ഒരു നമ്മളുടെ വീട്ടിൽ നമ്മൾക്കൊക്കെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്നതുമായ സ്റ്റോറിയാണത്. എന്നിരുന്നാലും ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, ഇതൊക്കെ ജീവിതത്തിൽ എങ്ങനെയാണ് അതൊക്കെ സഹിച്ച് മുന്നേറുക എന്നുള്ളത്. അവരിന്നും ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടാതെയാണ് നടക്കുന്നത്. പക്ഷെ അവർക്കതിൽ വിഷമമൊന്നും ഉണ്ടാവില്ലായിരിക്കും. എന്നാലും എനിക്കതിൽ ഭയങ്കര ഒരു വിഷമമാണ്. എന്ന് വെച്ചാൽ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാ കഴിവും, കാണാൻ എന്തൊരു സുന്ദരിയാണ്, നല്ല കണ്ണ്, നല്ല മൂക്ക്, നല്ല ഫിഗർ, നല്ല അഭിനയം, നല്ല നൃത്തം, എല്ലാം ഉണ്ടായിട്ടും അവർക്ക് ലൈഫ് പാർട്ട്ണറെ കിട്ടിയില്ലല്ലോ എന്നോർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. നിങ്ങളിൽ പലർക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും തന്നെയാണ് എൻ്റെയും വിചാരം. അവരുടെ നൃത്തം ഞാൻ 2-3 തവണ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വളരെ ആരാധനയോടുകൂടിയാണ് അവരെ നോക്കി കണ്ടത്. അവർ നൃത്തത്തിന് വേണ്ടി തന്നെ അവരുടെ ലൈഫ് ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരത് നന്നായിട്ട് അതിൽ വിജയിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ആ ഫിലിം കണ്ടിറങ്ങിയപ്പോൾ എനിക്കൊന്ന് നിങ്ങളോടായിട്ട് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പം ഇവിടെ പറഞ്ഞത്. ശോഭന മാം എന്നെപ്പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. ഈ കേട്ടിരിക്കുന്ന എല്ലാവരും യെസ് എന്ന് പറയുന്നുണ്ടാവും. അതുപോലെ ഈ ശോഭന മാമിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഞാനിത് സമർപ്പിക്കുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനലായ നന്ദനം ആർട്ടിസ്റ്റിക് അരീന നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു.